ഞാൻ ക്ലോത്തുള്ള വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് ജോയിൻ ആക്കിയിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പുള്ളൊരു മാറ്റ് തയ്ച്ചെടുത്താണ്. അപ്പോൾ ഈ രണ്ട് മാറ്റ് ഈ ഒരു ഇതിനെ കൊണ്ട് ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് രണ്ടാമത്തെ മാറ്റ് തയ്ക്കുന്ന വിധം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റ് എങ്ങനെയാണ് തയ്ക്കുക, എങ്ങനെയാണ് ജോയിൻ്റ് ആക്കി കാണിക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇത് നോക്കി ശ്രദ്ധിക്കാം. കുറച്ച് തയ്ക്കാൻ അറിയുന്നവർക്ക് ഇത് തയ്ക്കാൻ എളുപ്പമാണത്. വലിയ അളവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് തയ്ക്കുക വേണ്ട. ഞാൻ ഇലേൻ്റെ ഷേപ്പുള്ളൊരു മാറ്റ് ക്ലോത്ത് കൊണ്ടൊരു മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലീഫിൻ്റെ ഷേപ്പുള്ള. അപ്പോൾ ഞാൻ ലീഫിൻ്റെ ഷേപ്പ് ഏകദേശം വെച്ചിട്ട് ഒരു പേപ്പറിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ലീഫിൻ്റെ ഷേപ്പ് ഇതേമാതിരി ഉണ്ടാവും ഏകദേശം കാണാൻ വേണ്ടിയിട്ട്. ക്ലോത്തിൻ്റെ പീസുകൾ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രിൻ്റ് ഒരു പ്ലെയിൻ അങ്ങനെ വെച്ചിട്ട് എല്ലാ പീസുകളും ഞാൻ ജോയിൻ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത. ഇത് തയ്ക്കുന്ന വിധമൊക്കെ ഞാൻ വേറെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ തയ്യൽ കടയിലുള്ള വേസ്റ്റ് കട്ടിങ്സ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു. അല്ലാതെ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് യോജിപ്പിച്ച് വേണ്ട വിധത്തിലൊക്കെ കട്ട് ചെയ്തെടുത്ത് ഞാനിങ്ങനെ യോജിപ്പിച്ചെടുത്തതാണിത്. ഈ ഇലേൻ്റെ ഷേപ്പുള്ള മാറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഇതേമാതിരി ഞാൻ ക്രോസ് ആയിട്ട് നടു മടക്കി വെച്ചു. ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ നടുക്ക് കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 2 ക്രോസ് പീസ് നമുക്ക് കിട്ടും. അതേമാതിരി നടു കട്ട് ചെയ്തിട്ട് ഇതേമാതിരി ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് കണ്ട് ഇതേമാതിരി എടുത്തു. എൻ്റെ സാരി വിത്ത് ബ്ലൗസിലുള്ള ബ്ലൗസ് പീസാണ്. ഇതൊക്കെ ഞാൻ തയ്ച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് ഞാൻ അതേമാതിരി തന്നെ ഇതേ സ്റ്റൈലിൽ അളവിൽ വെട്ടിയെടുത്ത് രണ്ടും കൂടെ വെട്ടിയെടുത്തു. ഈ 2 പീസും കൂടെ നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഈ പീസും കൂടെ അതേമാതിരി നീളം കൂടിയ വശത്ത് വെച്ചിട്ട് നടുക്ക് കൂടെ ജോയിൻ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ട്, നീളത്തിലൊരു സ്റ്റിച്ച് ചെയ്ത് അത് രണ്ടും കൂടെ ജോയിൻ്റ്. ഇതേമാതിരി ഞാൻ ആ ക്രോസ് പീസ് വെച്ചിട്ട് രണ്ടായിട്ട് തയ്ച്ചെടുത്തു. അപ്പോൾ അതേമാതിരി ഉണ്ടാക്കണം. പകുതി മറ്റേ ഇതായി പീസ് വെച്ചത് മറ്റേ പ്ലെയിന്. ഇതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് നമുക്ക് ആ പേപ്പറിനെ കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഇല വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ഇതേമാതിരി ഞാൻ ആ ഇല പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചെടുത്തു. ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇതേമാതിരി പകുതി മറ്റേ ജോയിൻ്റ് ആക്കിയ പീസ്, പകുതി ഇതാ പ്ലെയിൻ പീസ് ഇതേമാതിരി വരും. ഇതിൻ്റെ സൈഡിൽ കൂടെ പൈപ്പിംഗ് കൊടുക്കുക. ഈ ഒരു പീസാണ് ഞാൻ ബോർഡർ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ബോർഡർ എങ്ങനെയാണ് തയ്ച്ചെടുത്തത്, ഇവിടെ ഈ അടിഭാഗത്തു നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ തയ്ച്ച് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് ഇവിടെ ഒരു ഞറിയിട്ട് കൊടുക്കുക. ഇങ്ങനെ തയ്ച്ച് ഫുള്ളായിട്ട് ഈ ഭാഗം അങ്ങനെ തയ്ച്ച് കൊണ്ടുവരിക. തയ്ച്ചെടുത്തിട്ട് ഫുള്ളായി റൗണ്ട് തയ്ച്ചെടുക്കണം. അതേമാതിരി തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു പൈപ്പിംഗ് എങ്ങനെയാണ് വയ്ക്കുക അതേമാതിരി വേണം അതിങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ ഈ ഫുള്ളായിട്ട് ഈ റൗണ്ട് തയ്ച്ചെടുത്ത് കണ്ടേ. ഇവിടെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ ശരിക്കും അതങ്ങോട്ട് മടങ്ങി നിൽക്കാൻ വേണ്ടിയില്ല. ഈ റൗണ്ട് ഫുള്ളി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതവിടെ അങ്ങനെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചത് ഈ നൂല് കട്ട് ചെയ്യുക.
ഇതേമാതിരി വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് പൈപ്പിംഗ് മാതിരി ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക മെല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പിംഗ് മാതിരി വരും ഇവിടെ. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ ഇതേമാതിരി കൊണ്ടുവന്ന് ഈ റൗണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പൈപ്പിംഗ് മാതിരി ഇതിന് വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ചെയ്തെടുത്ത ഇലേൻ്റെ മാറ്റ് ഇതേമാതിരി ഉണ്ടാകും. ഇതേമാതിരി ഞാൻ കണ്ട പൈപ്പിങ്ങൊക്കെ വെച്ച് തയ്ച്ചെടുത്ത്. ഈ ബാക്കിയുള്ള ഒരു വേറൊരു ഇതിൻ്റെ തയ്ച്ച് കട്ട് ചെയ്തെടുത്തതിൻ്റെ വേറൊരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതേമാതിരി വേറെ ആക്കിയിട്ട് വേറൊരു സൈഡിൽ വേറൊരു പീസ് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നേരത്തെ കട്ട് ചെയ്തെടുത്തേണ്ട ഒരു പകുതി പീസും കൂടെ ഉണ്ടായിരുന്നു, അതിൽ ഉപയോഗിച്ചിട്ട് വേറൊരു ലീഫും കൂടെ തയ്ച്ചെടുക്കുക. അതിൻ്റെ സൈഡ് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു പീസാണ് എടുത്തത്. ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ നടുക്കിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആക്കി എടുക്കുന്നത്. ആദ്യം ചെയ്ത മാതിരി തന്നെ വെച്ച് ലൈൻ പീസ് വെച്ച് തയ്ച്ച് ഇതേമാതിരി ലൈനിൻ്റെ ഷേപ്പിൽ കട്ടിങ്. ഇത് പൈപ്പിംഗ് വെച്ചെടുക്കണം. ഒരു പീസിനെ കൊണ്ട് വേറൊരു പീസ് എടുത്ത് നേരത്തെ ചെയ്ത മാതിരി തന്നെ പൈപ്പിംഗ് വെച്ചെടുത്താൽ ഒരു ലീഫും കൂടി ഒരു മാറ്റും കൂടി ലീഫ് ഷേപ്പുള്ള ഒരു രണ്ടാമത്തെ പീസ് ഉപയോഗിച്ചിട്ട് വേറൊരു ലീഫിൻ്റെ മാറ്റും കൂടെ തയ്ച്ചത്. അപ്പോൾ ഈ രണ്ട് വലിയൊരു ഇത് ജോയിൻ്റ് ആക്കിയെടുത്തതിനെ കൊണ്ട് രണ്ട് മാറ്റുകൾ തയ്ച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്.